കർണാടകയിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആകെ 91,339 സീറ്റിൽ 32,829 സീറ്റും വാങ്ങി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കർണാടകയിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരിക്കുകയാണ്. കർണാടകയിലെ വിജയത്തിൽ കേരളത്തിലെ കോൺഗ്രസിന് ആഹ്ലാദിക്കാൻ എന്തിരിക്കുന്നു എന്ന് പലരും ചോദിച്ചേക്കാം. ഒരു കണക്കിന് അത് ശരിയുമാണ്. എന്നാൽ കോൺഗ്രസ് എവിടെ ജയിച്ചാലും അത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശമാണ്. കോൺഗ്രസ് എവിടെ പരാജയപ്പെട്ടാലും അത് കോൺഗ്രസ് പ്രവർത്തകരുടെ നിരാശയുമാണ്. എന്നാൽ കേരളത്തിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രവർത്തകർ അത്രയ്ക്ക് നിരാശപ്പെടേണ്ടതുണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വിജയ പരാജയങ്ങളുടെ കണക്കുകൾ കൂട്ടിക്കിഴിച്ച് തലനാരിഴ കീറി പരിശോധിച്ച് നേതൃമാറ്റത്തിനും തലമുറ മാറ്റത്തിനും വേണ്ടി മുറവിളി കൂട്ടുന്ന കോൺഗ്രസ് പ്രവർത്തകരെ, നിങ്ങൾക്ക് നിരാശ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചാൽ വിജയം വീണ്ടും നിങ്ങളെ തേടി വരും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ നിങ്ങളുടെ മുൻപിൽ തന്നെയുണ്ട്. കർണാടകയിലേക്കൊന്നും പോകേണ്ടതില്ല. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ ചിത്രത്തിൽ കാണുന്ന 2 ചെറുപ്പക്കാരെ മാതൃകയാക്കുക. ഇവരുടെ പ്രവർത്തന രീതികൾ പിന്തുടരുക. ഇവർ ആരെന്നല്ലേ? തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പഞ്ചായത്തിലെ 35-കാരനായ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനൂപും 28-കാരനായ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഗണേഷും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഉറച്ച കോട്ടകൾ പലതും കൈവിട്ടപ്പോൾ ചുവപ്പ് കോട്ടയായിരുന്ന കിളിമാനൂർ പഞ്ചായത്ത് 43 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ തിരിച്ചു പിടിച്ചിരിക്കുകയാണ് ഈ 2 യുവ നേതാക്കൾ. അതും 15-ൽ 10 സീറ്റും നേടിയെടുത്തുകൊണ്ടുള്ള ആധികാരിക വിജയം. പരാജയപ്പെട്ടിടത്തെല്ലാം നേതാക്കളെയും മുന്നണികളെയും കുറ്റം പറഞ്ഞ് ഫേസ്ബുക്കിലും വാട്സപ്പിലും തള്ളിമറിക്കുന്ന എല്ലാ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും തൽക്കാലത്തേക്കെങ്കിലും അതൊക്കെ നിർത്തി ഇവരെയൊക്കെ കണ്ടുപഠിക്കാൻ തയ്യാറാകണം. ലോക്ക്ഡൗൺ കാലത്ത് ഇടതുപക്ഷം ഭരിച്ചിരുന്ന പഞ്ചായത്ത് ഭരണസമിതി ആരംഭിച്ച കമ്മ്യൂണിറ്റി കിച്ചണിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് പ്രവേശനം നൽകാതിരുന്നിടത്താണ് ഇവരുടെ പ്രവർത്തനങ്ങളുടെ തുടക്കം. കേരളത്തിൽ പലയിടത്തും CPM ഈ നിലപാടാണ് സ്വീകരിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ മറ്റു പലയിടത്തും കോൺഗ്രസ് ഈ വിഷയത്തെ പ്രതിഷേധം എന്ന പ്രഹസനത്തിൽ ഒതുക്കിയെങ്കിൽ അനൂപും ഗണേഷും അതൊരു പോരാട്ടമായി ഏറ്റെടുത്തു. മറ്റുള്ളവരെ പോലെ പ്രതിഷേധിച്ചു മടങ്ങാതെ കിളിമാനൂർ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും പ്രദേശത്തെ പ്രവർത്തകരെയും കുടുംബങ്ങളെയും പങ്കാളികളാക്കി കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ചു. കിളിമാനൂർ പഞ്ചായത്തിലെ 2 ബ്ലോക്ക് ഡിവിഷനുകളിൽ നിന്നും മത്സരിച്ചു ജയിച്ച ബെൻഷ ബഷീറിനെയും സജികുമാറിനെയും കമ്മ്യൂണിറ്റി കിച്ചന്റെ പ്രവർത്തനങ്ങളുടെ മുൻനിരയിൽ നിർത്തി. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പ് തന്നെ മത്സരാർത്ഥികളെ കണ്ടെത്തി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി. മാത്രമല്ല, സാധാരണ പഞ്ചായത്തുകളിലൊക്കെ മണ്ഡലം പ്രസിഡന്റുമാരും ബ്ലോക്ക് പ്രസിഡന്റുമാരും സ്ഥാനാർത്ഥി കുപ്പായം ആദ്യം എടുത്തണിയുകയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പതിവ്. അതിൽ നിന്ന് വ്യത്യസ്തമായി മത്സരിക്കാൻ ഞങ്ങളില്ലെന്ന് ഈ 2 യുവ നേതാക്കളും ആദ്യമേ പ്രഖ്യാപിച്ചു. അംഗീകരിക്കപ്പെടേണ്ട പ്രഖ്യാപനവും തീരുമാനവും തന്നെയാണത്. അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഗ്രൂപ്പ് നേതാക്കളെയും ഗ്രൂപ്പ് യോഗങ്ങളെയും തീണ്ടാപ്പാടകലെ നിർത്തി എന്നതാണ്. അതുമാത്രമല്ല, 2 വ്യത്യസ്ത ഗ്രൂപ്പുകളിൽപ്പെട്ടവരാണ് ഈ നേതാക്കളെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഗ്രൂപ്പിന് സ്ഥാനമില്ലെന്ന് ഗ്രൂപ്പ് നേതാക്കളുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു എന്നതാണ്. ഒരുപക്ഷെ ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അടുത്ത പുനഃസംഘടനയിൽ ഇവർക്ക് പരിഗണന കിട്ടാതിരിക്കാൻ സാധ്യതയുണ്ട്. കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം അങ്ങനെയാണല്ലോ. എങ്കിലും അത് പറയാനുള്ള ആർജവം കാട്ടിയത് ചെറിയ കാര്യമല്ല. ഗ്രൂപ്പിന് പ്രാധാന്യം നൽകാത്തത് കൊണ്ട് തന്നെ നേതാക്കളാരും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തിയില്ല എന്നത് ഈ പാർട്ടി എത്രത്തോളം പ്രാധാന്യം ഗ്രൂപ്പിന് നൽകുന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. പാർട്ടി പരാജയപ്പെട്ടാലും കുഴപ്പമില്ല, ഗ്രൂപ്പ് വിട്ടൊരു കളിയില്ല എന്ന് നേതാക്കൾ തീരുമാനിച്ചപ്പോൾ മുൻ ഭരണസമിതിക്കെതിരെ വിശദമായ കുറ്റപത്രം തയ്യാറാക്കി ഈ യുവാക്കൾ ജനങ്ങളിലേക്ക് ഇറങ്ങി. സ്വന്തമായി ഒരു പ്രകടന പത്രിക തയ്യാറാക്കി വീടുകൾ തോറും വിതരണം ചെയ്തു.
ഇച്ഛാശക്തിയോടെ ഇവർ മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ കൂടെയുള്ളവർക്ക് അത് ആത്മവിശ്വാസം പകർന്നു. ഗ്രൂപ്പ് മാനേജർമാരുടെ തിട്ടൂരത്തിന് വഴങ്ങാതെ അവരെ പടിക്ക് പുറത്ത് നിർത്തിയപ്പോൾ പാർട്ടി പ്രവർത്തകർ വർദ്ധിത വീരത്തോടെ ഇവരോടൊപ്പം ചേർന്ന് നിന്നു. കിളിമാനൂർ പഞ്ചായത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ മത്സരിക്കാനില്ല എന്നുള്ള തീരുമാനം ഇവരുടെ വെറും പ്രഖ്യാപനം മാത്രമല്ലെന്നും ഇവർ അധികാരമോഹികളല്ലെന്നും നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പിന് തലേന്ന് പുസ്തകവും പേനയുമെടുത്ത് രംഗപ്രവേശനം ചെയ്യുന്ന പഴഞ്ചൻ രീതിയിൽ നിന്നും ഗതിമാറി സഞ്ചരിച്ച ഈ ചെറുപ്പക്കാർ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് കിളിമാനൂർ പഞ്ചായത്തിലെ ഏറ്റവും വലിയ വിജയത്തിന് കാരണമായത്. ഗ്രൂപ്പുകൾ കൈവിട്ടെങ്കിലും പ്രവർത്തകർക്കിടയിൽ ഇന്ന് താരമാണ് ഈ രണ്ട് ചെറുപ്പക്കാർ. ആത്മാർത്ഥതയുള്ള പ്രവർത്തനങ്ങളും ജനങ്ങൾ അംഗീകരിക്കുന്ന നിലപാടുകളും കൊണ്ട് ഒരു പഞ്ചായത്തിൻ്റെ തന്നെ രാഷ്ട്രീയ ചരിത്രം മാറ്റിയെഴുതിയ ഈ ചെറുപ്പക്കാരെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ മാതൃകയാക്കേണ്ടത്. പരാജയം വിജയത്തിൻ്റെ മുന്നോടിയാണ് എന്ന തിരിച്ചറിവും പ്രവർത്തിച്ചാൽ വിജയം വരിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസവുമാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകനെയും നേതാക്കളെയും മുന്നോട്ട് നയിക്കേണ്ടത്. തകർന്നു പോയി എന്നുള്ള പഴിപറച്ചലുകളിൽ നിന്ന്, നിരാശയിൽ നിന്ന് തിരിച്ചു വരാൻ ഇവരുടെ പ്രവർത്തന രീതിയെ കടമെടുക്കേണ്ടതുണ്ട് കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും.